ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ സ്വപ്നവല്ലിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാട്ടോ. അപ്പോൾ നമ്മുടെ എന്താണ് ഇത് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ചിപ്പിമോള് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛമ്മ എന്തിനിങ്ങനെ കരയുന്നത്, ഡാഡിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ്. ആ സമയത്ത് ഇഷിത വന്ന് വരുന്നുണ്ട്, അമ്മ ഇങ്ങനെ കരയല്ലേ, മോൾക്ക് വിഷമമാവില്ലേ, എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോവാനുണ്ടെന്ന് പറയാണ്. മോളെ മഹേഷ് ഇനി എഴുന്നേറ്റ് നടക്കില്ലേ മോളെ എന്ന് ചോദിക്കാണ്. അമ്മ എന്താ ഇങ്ങനെ പറയുന്നത്, അത് ഡോക്ടർ ഒരു സാധ്യത പറഞ്ഞെന്നല്ലേ ഉള്ളൂ, നമ്മളെല്ലാം എന്തായാലും മഹേഷിന് ജീവനോട് കിട്ടിയില്ലേമേ, നമ്മളെല്ലാം ആക്സെപ്റ്റ് ചെയ്യണം. ഇത്രയും നേരം നമ്മൾ പ്രാർത്ഥിച്ചത് എന്താണ്, മഹേഷിന് ജീവനോട് കിട്ടണമെന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചത്. ഇപ്പോൾ ദൈവം നമുക്ക് മഹേഷിന് ജീവനോടെ തന്നു, അതന്നെ വലിയ കാര്യമല്ലേ. മഹേഷ് എത്ര ഇപ്പൊ എഴുന്നേറ്റ് നടക്കാൻ പറ്റിയില്ലെങ്കിലും, മഹേഷ് കിടപ്പിലായാലും ഒരിക്കലും ഞാൻ മഹേഷിനെ വിട്ടു പോവില്ല അമ്മേ, കാരണം എനിക്ക് മഹേഷ് ജീവനോടെ വേണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും സ്വപ്നവല്ലിക്ക് ശരിക്കും ഇഷിതയെടുത്തൊരു വല്ലാത്തൊരു മതിപ്പൊക്കെ തോന്നും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് ഇഷിത എന്തൊക്കെ പറഞ്ഞാലും മഹേഷിന് ഇട്ടിച്ചു പോവില്ല, കാരണം മഹേഷിന് കുറച്ച് പണം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇട്ടേച്ചു പോയവളാണ് രചന. അപ്പൊ അതുപോലെ അല്ല ഇഷിത എന്ന് നന്നായിട്ട് സ്വപ്നവല്ലിക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെ ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്, കാരണം ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മഹേഷിന് എഴുന്നേറ്റ് നടക്കാൻ ചിലപ്പോൾ സാധിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഷിത വേഗം തന്നെ നമ്മുടെ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്താ ഇഷിത ഇന്ന് വരാൻ താമസിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും പറയണ്ട, ഞാൻ എൻ്റെ അച്ഛനമ്മേനെയും കാണാൻ വേണ്ടി കയറി, അവരും ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ. ഞാൻ ആലോചിക്കായിരുന്നു എന്താ ഡോക്ടർ ഇഷിതനെ കാണാത്തെന്ന്. വീട്ടിലാണെങ്കിൽ ഇപ്പോൾ വല്ലാത്തൊരു വിഷമം, മഹേഷിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, ചിലപ്പോൾ സാധ്യത കുറവുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ, അതിന്റെ വിഷമോ ഇപ്പോ അമ്മക്ക്. അങ്ങനത്തെ ഒരു സാധ്യത കാണുന്നുണ്ട് ഡോക്ടർ ഇഷിത, അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിന് പേടിക്കാനൊന്നുമില്ല, അതിൽ 50-50 ചാൻസ് ആണ്, ചിലപ്പോൾ മഹേഷ് എഴുന്നേറ്റ് നടക്കാം, ചിലപ്പോൾ മഹേഷ് ഇങ്ങനെ കിടപ്പിലായി പോവാം എന്ന് പറയാണ്. അപ്പോൾ ഇഷിത പറയണ്ടേ, എനിക്ക് കുഴപ്പമില്ല ഡോക്ടർ, മഹേഷിന്റെ ജീവൻ ഡോക്ടർ തിരിച്ചു തന്നു, അതെന്നെ വലിയ കാര്യം എന്നൊക്കെ ഇഷിത പറയുന്നുണ്ട്. അങ്ങനെ ഇഷിത മഹേഷിന്റെ റൂമിൽ കയറുമ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട്, അല്ല ഡോക്ടറായിട്ട് താൻ എന്താന്ന് വലിയ ഡിസ്കഷൻ ആയിരുന്നല്ലോ, എന്താണ് ഡോക്ടർ എന്തിന് പ്രശ്നമുണ്ടോ, ഡോക്ടർ എന്താ തന്നോട് പറഞ്ഞത്? ഒരു പ്രശ്നമില്ല മഹേഷ്, ഞങ്ങൾ വെറുതെ സംസാരിച്ചെന്നേ ഉള്ളൂ. മഹേഷ് ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ ആണോ, എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നേ ഉള്ളൂ, ഇവിടെ ഇനി ഇരിക്കണ്ട എന്ന് തോന്നുവാണ്. അതെന്താ എന്ന് ചോദിക്കുമ്പോ, രചന ഇടക്കിടക്ക് കയറി വരുന്നത് കൊണ്ടിട്ടായിരിക്കും അല്ലെ, അതും ഒരു കാരണമാണ്. എന്തായാലും ഇവിടെ കിടന്ന് മതിയായിടോ, എപ്പോഴാണ് നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുക മഹേഷ്, അതിങ്ങനെ പെട്ടെന്ന് എങ്ങനെയാ മഹേഷ് പറ്റുക? കാണാൻ വെച്ചാല് മഹേഷിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ, ഇപ്പൊ ഐസിയുലാണ് മഹേഷ് കിടക്കുന്നത്, ഇനി വാർഡിലേക്ക് മാറ്റും, ഒബ്സർവേഷൻ ഉണ്ട് 2-3 ദിവസം കൂടി, അതിനുശേഷം വീട്ടിലേക്ക് പോകാൻ സാധിക്കും എന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ രചന അങ്ങോട്ടേക്ക് വരുവാട്ടോ. രചനയെ കാണുമ്പോൾ തന്നെ മഹേഷിന്റെ ദേഷ്യം വരുവാണ്. ശേഷം രചന അവിടെ വന്നിട്ട്, മഹേഷ് ഇപ്പൊ എങ്ങനെയുണ്ട് മഹേഷ് എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോഴേക്കും അവിടേക്ക് പോലീസുകാർ വരുവാണ്. പോലീസുകാർ വരുമ്പോഴേക്കും ഇഷിതയെടുത്തും അതുപോലെ തന്നെ മഹേഷിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇഷിത പറഞ്ഞു, വരൂ സർ ഇരിക്കുന്നൊക്കെ പറയാണ്. അപ്പോൾ ഇഷിതക്ക് എന്താ സംശയം, അല്ല ഡോക്ടർ ഇഷിത ഇന്നലെ ഒരു കംപ്ലൈന്റ് എഴുതി തന്നിരുന്നല്ലോ, ഡോക്ടർ ഇഷിതക്ക് ഈ ആക്സിഡന്റിൽ എന്തോ സംശയം ഉണ്ടെന്ന്, അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ വന്നത് എന്ന് പോലീസ് പറയുമ്പോഴേക്കും രചന ആകെ ഷോക്ക് ആവാട്ടോ. ഈശ്വര, ഇവൾക്ക് സംശയം ഉണ്ടെന്നോ, അപ്പോ ഇതൊരു ആക്സിഡന്റ് അല്ല, കൊലപാതക ശ്രമമെന്ന് ഇവൾക്ക് സംശയം ഉണ്ടാവുമായിരിക്കോ എന്നൊക്കെ രചനയും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പൊ ഇഷിത പറയണ്ട, അതേ ഡോക്ടർ, അതേ സാർ, എനിക്കൊരു സംശയമുണ്ട്, കാരണം എൻ്റെ വണ്ടിക്ക് ഒരിക്കലും ബ്രേക്ക് പോവില്ല, കാരണം ഞാൻ സർവീസ് കറക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട്, മാത്രമല്ല സർവീസ് ഇപ്പൊ വർഷത്തിൽ ചെയ്താൽ പോലും ഒരു 3-4 മാസം കൂടുമ്പോൾ ഞാൻ വണ്ടി ഒന്ന് ഫുള്ളായിട്ട് നോക്കാനും അതുപോലെ തന്നെ കാർ വാഷിനും അതുപോലെ തന്നെ അതിന്റെ സംഭവങ്ങളൊക്കെ ക്ലീൻ ആക്കാനൊക്കെ ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാറുണ്ട്. ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടിയാണ്. പിന്നെ ഞാൻ വണ്ടി എടുത്തിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ഞാൻ ഷോറൂമിലേക്ക് വിളിച്ചപ്പോൾ അവര് പറഞ്ഞത് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, ബ്രേക്ക് പോവില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ സാറിനോട് പറയാന്ന് വിചാരിച്ചത്. അത് ഏതായാലും നന്നായി. അപ്പോ ഡോക്ടർ ഇഷിതക്ക് സംശയമുണ്ട്, ഇതൊരു കൊലപാതക ശ്രമമാണെന്നല്ലേ? അതെ, മഹേഷിനെ ആരെങ്കിലും അപകടപ്പെടുത്താൻ ശ്രമിച്ചോന്ന് എനിക്ക് സംശയമുണ്ട് സർ, കാരണം മഹേഷിന് ഒരുപാട് ശത്രുക്കളുണ്ട് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും രചനയുടെ മുഖം ആകെ മാറുവാട്ടോ. അപ്പൊ പോലീസ് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല ഇത് മഹേഷിന്റെ ശത്രുക്കൾ ചെയ്ത പണിയാണെന്ന്, ഇത് ഡോക്ടർ ഇഷിതയുടെ വണ്ടിയാണല്ലോ, ശത്രുക്കൾക്ക് അറിയില്ലല്ലോ മഹേഷാണ് വണ്ടി അന്ന് രാവിലെ ഓടിക്കുന്നത്, സാധാരണ ഡോക്ടർ ഇഷിതയാണല്ലോ വണ്ടി ഓടിക്കണത്, അപ്പൊ ഡോക്ടർ ഇഷിതക്ക് വെച്ച കെണിയില് മഹേഷ് സാർ വീണതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോഴാണ് ഇഷിതയും അത് ആലോചിക്കുന്നത് കേട്ടോ. ശരിയാണ്, തന്റെ വണ്ടിയിൽ മഹേഷ് കയറുന്നത് മഹേഷിന്റെ ശത്രുക്കളായിരിക്കില്ല ഉപദ്രവിക്കാൻ ശ്രമിച്ചത്, തീർച്ചയായിട്ടും തനിക്കിട്ട് ആരോ പണി തന്നാണെന്ന് ഇഷിതക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും മഹേഷ് രചനയുടെ മുഖത്തേക്ക് നോക്കുവാട്ടോ. പോലീസ് പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ കേസ്
കേസ് അന്വേഷിക്കുവാണ്. ബ്രേക്ക് പോയതിനെ കുറിച്ച് ഞാൻ വർക്ക്ഷോപ്പിൽ ചോദിച്ചിരുന്നു. അവരും പറഞ്ഞത് ബ്രേക്കിന്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടെന്നാണ്. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നാളെ തരാമെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും വർക്ക്ഷോപ്പിൽ പോയിട്ട് അവിടുത്തെ ഒന്ന് സംസാരിക്കട്ടെ. അഥവാ ബ്രേക്ക് കളഞ്ഞതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കളഞ്ഞിരിക്കുന്നത് മഹേഷിന്റെ ഇഷിതയുടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് തന്നെയായിരിക്കും. കാരണം നിങ്ങൾ വേറെ എവിടെയും പോകുന്നില്ലല്ലോ. പിന്നെ ഇഷിത മാഡം ഹോസ്പിറ്റലിലും പോകുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റൽ പാർക്കിങ്ങില് ക്യാമറ ഒക്കെ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇഷിത പറയണ്ട എല്ലായിടത്തും ക്യാമറ ഉണ്ട് സർ എന്ന് പറയാണ്. എങ്കിൽ ആദ്യം നമുക്ക് അവിടുത്തെ ക്യാമറ ഒന്ന് പരിശോധിക്കാം, ശേഷം നിങ്ങളുടെ ഫ്ലാറ്റിന്റെ ക്യാമറയും പരിശോധിക്കാം. ശരി സർ എന്ന് പറയണ്ട്. അങ്ങനെ പോലീസ് അവിടെ നിന്ന് പോവാണ്. രചനക്കാണെങ്കിൽ ആകെ വരാത്ത ബുദ്ധിമുട്ട് തോന്നാട്ടോ. രചന അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേഗം തന്നെ സുമിതേനെ വിളിക്കുകയാണ്. സുമി ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താ രചന പ്രശ്നം? അത് അവർക്കൊരു സംശയമുണ്ട്. അവരുടെ വണ്ടി ആക്സിഡന്റിൽ പെട്ടതാണോ അതോ മനഃപൂർവ്വം അപകടപ്പെടുത്തിയതാണോ എന്ന് സംശയമുണ്ട്. അതെന്താ അങ്ങനെ സംശയം തോന്നാൻ? ഇഷിതയുടെ വണ്ടി പുതിയ വണ്ടിയാണെന്നും അവളത് കറക്റ്റായിട്ട് സർവീസ് ചെയ്യാറുണ്ടെന്നൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ബ്രേക്ക് പോകാൻ ഒരു ചാൻസും ഇല്ലെന്ന് കാറിന്റെ ഷോറൂമിൽ നിന്നും പറഞ്ഞു. അതുകൊണ്ട് അവൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. പക്ഷെ പോലീസുകാരൊന്ന് മൊഴിയെടുത്തു. ഇഷിതയുടെ ശത്രുക്കളാണ് ഇത് ചെയ്തതെന്നാണ് ആ CA പറഞ്ഞത്. അയ്യോ അപ്പൊ അങ്ങനെ കുടുങ്ങോലോ, എങ്ങനെ CCTV എങ്ങനെ നോക്കിക്കാനാ? അതന്നെ നിന്നോട് പറഞ്ഞത് മഹേഷിന്റെ വണ്ടിയുടെ പുറകെ പോവണ്ടെന്ന്. കണ്ടില്ലേ ഇപ്പൊ ആകെ പ്രശ്നമായില്ലേ, ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് സുമിതയും പറയാണ്. അങ്ങനെ ഇഷിതയുടെ വണ്ടിയുടെ ബ്രേക്ക് പോയത് എങ്ങനെയാണെന്ന് പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ മഹേഷിന് വീൽ ചെയറിലാണോ ഇനി ഇരിക്കാൻ പറ്റുന്നത് അതോ മഹേഷിന് നടക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീക്കെൻഡ് പ്രൊമോയിൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. എന്തായാലും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് സ്വപ്നവല്ലി പറഞ്ഞത്. കാരണം ഇന്നത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും മനസ്സിലാവും സ്വപ്നവല്ലി അതിൽ പറയുന്നുണ്ട് ഡോക്ടർ ആ ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് വേറൊന്നല്ല, മഹേഷിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോന്ന് ഒരു സംശയം ഡോക്ടർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മഹേഷിന് എഴുന്നേറ്റ് നടക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയിപ്പോ ഈ വീക്കെൻഡ് പ്രൊമോയിൽ മാത്രം അറിയാൻ സാധിക്കുള്ളൂ. കാരണം മറ്റന്നാളത്തെ എപ്പിസോഡിൽ ഫുള്ളും കാണിക്കാൻ പോണത് പോലീസുകാർ വരുന്നതും ഇതൊരു ആക്സിഡന്റ് അല്ല കൊലപാതക ശ്രമമാണെന്ന് സംസാരിക്കുന്നതും പിന്നെ മഹേഷ് ICUവിൽ തന്നെ കിടക്കുന്ന ഭാഗങ്ങളാണ് ഈ ആഴ്ച ഫുള്ളും ഉള്ളത്. അപ്പൊ അടുത്ത ആഴ്ചയാണ് മഹേഷ് തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ മഹേഷിന് നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ആദി ശരിക്കും രചനനെ വെറുക്കുന്ന ഭാഗങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ആദി ശരിയാണ് രചനയുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇനിയിപ്പോ രചനയും ആദ്യം മിക്ക ദിവസങ്ങളിൽ മഹേഷിന്റെ ഫ്ലാറ്റിലായിരിക്കും. രചനയുടെ ഉദ്ദേശം വേറൊന്നുമല്ല, മഹേഷായിട്ട് ഒന്നിച്ച് എങ്ങനെയെങ്കിലൊക്കെ പോണോന്നുള്ളതാണ്. പക്ഷെ ആദിക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു ആഗ്രഹവും ഇല്ല കേട്ടോ. ഡാഡിനെ കാണണം, അവിടെ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മമ്മിയും കൂടി വരുമ്പോഴേക്കും ഡാഡിക്ക് ഇഷ്ടാവുന്നില്ലെന്ന് ആദിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവിടെ മമ്മീനെ കിടത്താനൊന്നും ആദ്യം സമ്മതിക്കില്ല. അപ്പൊ ആദ്യം എന്തായാലും നമ്മുടെ രചനയുടെ ആ പ്ലാനൊന്നും നടത്താൻ വേണ്ടി സമ്മതിക്കില്ല. കാരണം മഹേഷിന്റെ താല്പര്യവും ഇഷ്ടവും കൂടി ആദ്യം നോക്കും. അതുകൊണ്ട് തന്നെ രചനയ്ക്ക് ഇനി പണി കിട്ടാൻ പോണേ ഉള്ളൂ. പിന്നെ രചനയാണ് ഈ ആക്സിഡന്റിന് പിന്നിലെന്ന് ആകാശ് അറിഞ്ഞിട്ടില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ രചനനെ പൂർണ്ണമായിട്ടും ആകാശ് ആ പേരിൽ ഒഴിവാക്കും. നീ എന്നോട് പറയാതല്ലേ ചെയ്തത്, അതുകൊണ്ട് നീ ഒറ്റക്ക് അനുഭവിച്ചോ എന്നേ ആകാശും പറയുള്ളൂ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.